ഹലോ, എങ്ങോട്ടാ? ആരാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളിനൊന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ അകത്തുപോകാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ. കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ? മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. പോയിക്കോ. നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാൽ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാൽ നേരിടാൻ ഒരു ഉശിരി വേണ്ടേ മണിയാ? ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അന്ന് അമ്പിളിയും കൊണ്ട് മാധവേട്ടൻ കോളേജിൽ വന്നതല്ലേ? എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകയും 2 ചീമ കൊന്നഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടട്ടോ, മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്കാം. ഒരു പുളിവാകയും 2 ചീമ കൊന്നയും എവിടെ? അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ഹലോ, നമ്മൾ ഇങ്ങനെ എത്തിയും പതുങ്ങി നടന്നാൽ സ്റ്റേറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാലെന്താ? തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരുന്നടാ. See, pathogenesis of TIA. അമ്പിളി. Transient ischemic അമ്പിളി. attack. അമ്പിളി. Hey, who are you? What do you want? My name is അപ്പുട്ടൻ. Silence, please. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്. ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. I say you get out. അതിന് സാറത്ര ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ? സാറ് പെമ്പറന്നേരത്തായിട്ട് വീട്ടിൽ നിന്ന് വഴിക്കിട്ട വന്നല്ലേ? Get out. പോവാം. അമ്പിളി ഇവിടെ ഇല്ല. Nonsense. പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണ് വിചാരിച്ചത്. ഇനി വാചാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അമ്പിളിന്ന് പേരെടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം. അമ്പിളി വിളി കേൾക്കും, ഇറങ്ങി വരും. അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. അമ്പിളി, അമ്പിളി. താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ? താമരക്കുളത്ത് അമ്പിളിയോ? നമ്മുടെ കള്ളുടിയ രാവുണ്ണിയുടെ മോൾ അമ്പിളി. ഏതിയറ? അപ്പൊ അങ്ങനൊന്നുമില്ല. ഇരുനിറത്തിലുള്ള പെങ്കൊച്ച്. ആ ലാബി കാണും. ലാബോ? അതെവിടെയായിരിക്കും? സാർ, 4-5 പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. ക്ലാസ്സുകളിൽ കയറി ശല്യം ഉണ്ടാക്കുന്നു. What? സെക്യൂരിറ്റി വിളിക്കേ. അമ്പിളി, അമ്പിളി. അമ്പിളി, അമ്പിളി. അമ്പിളി. ഓർത്തോ? എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനുള്ള മണിയാ ഈ ബോർഡ്. നമ്മൾ എന്തെങ്കിലും മറന്നോ? അയ്യോ അല്ല, ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത്. ഓഹോ, അങ്ങനെയാണോ? ഓർമ്മശക്തി ഉണ്ടാക്കാനുള്ള ചികിത്സയ്ക്ക് ഓർത്തോ, കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ, ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ. ഓ, എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ. പിന്നെ അമ്പിളി, അമ്പിളി. അമ്പിളി, അമ്പിളി, അമ്പിളി. ഈ താമരക്കുളത്തെ അമ്പിളിയോ? അമ്പിളി ഡാക്ടറെ, അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു. ഡോക്ടറെ, അമ്പിളി. അപ്പൂട്ടനെയാണോടാ ഓടിക്കുന്നത്? മണിയാ, അടിച്ച നിരത്ത.
തുടങ്ങിക്കോ. അമ്പിളി നിന്റെ നാട്ടുകാരാൻ തോന്നുന്നു. അമ്പിളിന്ന് വിളിച്ചോണ്ട് ക്ലാസ്സിലൊക്കെ കയറി ബഹളം ഉണ്ടാക്കി. കൊമ്പമീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റിക്കാരെ കടിച്ചു ചുരുട്ടി. വളരെ പ്രയാസപ്പെട്ട് 3-4 പേരെ പിടിച്ചു. ഇനി ഒരാളെ കൂടെ കിട്ടാനുണ്ട്. അമ്പിളി എന്താ കുട്ടി, ഇവരെയൊക്കെ അറിയോ? എന്റെ നാട്ടുകാരാണ് സാർ. ഇത് അപ്പൂട്ടൻ, എന്റെ സ്പോൺസറാ. ഓ, ഞാൻ മണിയൻ. ഞാൻ വക്കറ്റായി. ഞാൻ കുഞ്ഞാമൂട്ടി. സാറിന് വേണേ ആമൂട്ടിക്കാന്ന് വിളിക്കാം. ഓ, ഐ സി. സർ, ലാബിൽ നിന്ന് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുത്തോളൂ. അപ്പൊ നിങ്ങളാണ് അമ്പലയുടെ സ്പോൺസർ? അതെ സർ. ഇതുവരെ 15,000 ഒരു മാനേഴ്സ് വേണ്ടേ? ഇങ്ങനെയാണ് സ്റ്റുഡന്റിനെ അന്വേഷിച്ച് വരുന്നത്. കോളേജിൽ വരുമ്പോ ചില ഡിസിപ്ലിൻ ഒക്കെ പാലിക്കണമെന്ന് അറിയില്ലേ? ഇവര് കാരണം മൊത്തം ക്ലാസ്സും ഡിസ്റ്റർബ്ഡ് ആയി സാർ. എന്താ പോലീസിനെ ഏൽപ്പിക്കട്ടെ? അരുത് സാർ, പാവങ്ങളാ. അറിയാഞ്ഞിട്ടാ. ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം സാർ. മേലിൽ ആവർത്തിക്കരുത്. യു കൻ ഗോ. സാർ, ഞങ്ങളോടൊപ്പം വന്ന് മാധവേട്ടനെ കാണാനില്ലേ സാർ? ഓ, ഇനി ഒരു മിസ്സിംഗ് കേസ് കൂടി ഉണ്ടോ? എവിടെയെങ്കിലും കാണും. വിളിച്ചോണ്ട് പോയിക്കോളണം. നോൺസെൻസ്. സർ, ഒരു ഡെഡ് ബോഡി കിടന്നിടത്ത് ഇപ്പോ 2 ഡെഡ് ബോഡി കിടക്കുന്നു. എങ്കിലൊന്നും മാധവേട്ടൻ തന്നെ. കഷ്ടമായിട്ടോ. നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിരുന്നത്. ഒക്കെ കളഞ്ഞു കുളിച്ചില്ലേ. ഇങ്ങനെയാ എന്റെ സ്പോൺസറിനെ കാണാൻ വരുന്നത്. നമ്മൾ അതല്ല ആലോചിക്കണേ. സരോജിനി ഭാഗ്യം ചെയ്തോളാണേ. അല്ലെങ്കിൽ ഇപ്പൊ അഹന്റെ മേത്ത് അവന്മാർ കത്തി കയറ്റൂലായിരുന്നോ? ഇനി എന്നെ കാണാൻ വരുമ്പോ നേരെ റിസപ്ഷനിൽ വരണം. അല്ലെങ്കിൽ വേണ്ട, ഹോസ്റ്റലിൽ വന്നാ മതി. നിങ്ങളെയൊക്കെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യാ? ഞങ്ങൾക്കതൊന്നും പുത്തരിയല്ല. ഏതായാലും എന്റെ സ്പോൺസറെ ഈ വേഷത്തിൽ ആർക്കും പരിചയപ്പെടുത്തുന്നില്ല. ഞങ്ങള് വന്നത് അല്ല, അവൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. നിങ്ങൾ വന്നേ. നിങ്ങളെങ്ങോട്ടാ? നിങ്ങൾ സംസാരിച്ചേ. എനിക്ക് വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ സഹിക്കുന്നത്. ഏയ്, അതൊന്നും സാരമില്ല. പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? എന്തിന്? ഉപദേശിക്കാൻ. കത്ത് കിട്ടി, വായിച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റായി? അതുകൊണ്ട് അമ്പിളി ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചത്. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാത്തിനോട് സമയമുണ്ട്. സമയാവട്ടെ. എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരും. ഇപ്പാവക ചിന്തകളൊന്നും വേണ്ട, പഠിപ്പില് മാത്രം മതി ശ്രദ്ധ. അറിയാം. പറയണ പോലെ അനുസരിക്കാം, പ്രവർത്തിക്കാം. ഞാൻ പഠിക്കാം, നന്നായി പഠിക്കും. പോരെ? മതി, ഞാൻ പോട്ടെ. പിന്നെ ഒരു കാര്യം, ഈ കോലത്തിൽ പോണ്ട. പോണ വഴിക്ക് ഒരു ഷർട്ടും മുണ്ടും വാങ്ങിയിടണം. ഇങ്ങനെ പോയാ എനിക്ക് വിഷമാവും. പോട്ടെ. അമ്മേ, അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശമായി പോയോ? ഞാൻ എന്താ ചെയ്യാ? ഇത്രയും പോകുന്ന ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന്. അമ്മയ്ക്ക് ഇതൊക്കെ ഒരു തമാശയാ. ഞാൻ കാര്യമായിട്ടാ പറയണത്. ഇങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കേണ്ടത്. ആദ്യം കത്താവും, മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം, ഒടുവില് നിയന്ത്രണവും വിടും. അത് പാടില്ല എന്ന് പറയാനാ ഞാൻ പോയത്. അവള് പഠിക്കട്ടെ. ഇപ്പൊ മറ്റ് ചിന്തകളൊന്നും വേണ്ട, അല്ലേ അമ്മേ? ദേ അമ്മ ചിരിക്കണു. അപ്പൊ അത് തന്നെ ശരി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. അമ്മ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കാണണമെന്നോ? എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം, കണ്ടേക്കാം. ഉത്തരവാദിത്തമുള്ള ആളായി പോയില്ലേ? ഷോ. എവിടേക്കാ അപ്പോട്ടെ രാവിലെ തന്നെ? ടൗണിലൊന്ന് പോണം, 100 കൂട്ടം കാര്യങ്ങളുണ്ടേ. നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാ പോരാട്ടോ. ആ അമ്പിളിയുടെ വിവരം വല്ലതുണ്ടോ? ഇല്ല. എന്തേ? അല്ല, കത്തൊന്നും അയച്ചില്ലേ അവള്? ഇല്ലല്ലോ കുഞ്ഞുലക്ഷ്മി അമ്മേ. ആ, നിനക്കയക്കാൻ മടിയുണ്ടാവും. വീട്ടിൽ അയച്ചിട്ടുണ്ടാവും.
ദാ ഇപ്പൊ പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. സരസ്വതിക്ക് 100 ആയസാ. അമ്പിളിയുടെ കത്ത് വന്നിരുന്നു. ഞങ്ങളിപ്പൊ ആ കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ നിങ്ങൾ സംസാരിക്കേ. സരസ്വതി ചേച്ചി ഇരിക്ക്. വേണ്ട, കോളേജിൽ പോയി എഴുതിയിരുന്നു. നന്നായി. അന്വേഷിക്കാൻ ഒരാളുണ്ടെന്ന തോന്നലുണ്ടാവും. വേറെ എന്നെ കുറിച്ച് വല്ലതും? അപ്പൂട്ടിനെ കുറിച്ച് നല്ലതേ അവൾക്ക് പറയാനുള്ളൂ. മുഴുവൻ അപ്പൂട്ടിനെ കുറിച്ച് തന്നെയാ. പിന്നെ എന്താ ചേച്ചി? ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറഞ്ഞോളൂ. കുറച്ച് പണം വേണാത്രേ. പുസ്തകം കുറെ മേടിക്കണമെന്ന്. അതിനെന്താ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എത്ര ആവശ്യം വെച്ചാ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ട. അമ്പിളിക്ക് അത് വിഷമമാവും. കുറച്ച് തുക ഞാൻ സരസ്വതി ചേച്ചി ഏൽപ്പിക്കാം. വേണ്ട, ഞാനത് വീട്ടിൽ കൊണ്ടുപോയാ അറിയാലോ അവിടുത്തെ കാര്യം. അമ്പിളി ഏൽപ്പിച്ചാ അവൾ അത് ബാങ്കിലിട്ടോളൂ. എന്നാൽ അങ്ങനെ ചെയ്യാം. മണി ഓർഡർ അയച്ചാ മതി. അതൊന്നും വേണ്ട. ഇക്കാലത്ത് മണി ഓർഡർ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ശങ്കരനെ അയച്ചാൽ ഗോവിന്ദനാവും കിട്ടുക. ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പൂട്ടിന് അത് ബുദ്ധിമുട്ടാവില്ലേ? മണിയനെയും വക്കച്ചനെ അയച്ചാ മതി. ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തന്നെ എത്തിക്കാം. പോരെ? എന്നാ പോട്ടെ. വീട്ടിലെല്ലാവർക്കും സുഖാണെന്ന് പറയണം.